നമസ്കാരം. 2 ദിവസം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായിട്ടുള്ള വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു നാണക്കേടിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. എന്താണ് ആ നാണക്കേടിന് കാരണമായത് എന്നതൊക്കെ ലോകം കണ്ട കാര്യമാണ്. അതായത് ആദ്യഘട്ട വെടിനിർത്തൽ അത് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. ആ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് മറ്റൊരു കാര്യം ലോകം ശ്രദ്ധിച്ചിരുന്നു. അതായത് അമേരിക്ക ഉടൻ തന്നെ ഇറാനെ ആക്രമിക്കും, ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ, കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഉടൻ തന്നെ ആക്രമിക്കും, ഇറാനെ ചുട്ടുകളയും എന്നുള്ള ഒരു ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് ഇവിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സൈക്കിളിൽ തെഹ്റാനിലെ തെരുവിൽ പ്രത്യക്ഷപ്പെട്ടത്. സാധാരണക്കാർക്കിടയിൽ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് ട്രംപിനെ വെല്ലുവിളിക്കുകയായിരുന്നു. വെടിനിർത്തൽ അവസാനിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ആക്രമിക്കൂ, ആക്രമിച്ചാൽ അതിനുള്ള മറുപടി ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാമെന്ന രീതിയിൽ ഒരു വെല്ലുവിളി നടത്തി പൊതുസ്ഥലത്ത് സാധാരണക്കാർക്കൊപ്പം സൈക്കിളിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ നാണക്കേട് ട്രംപിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒന്നുകിൽ ഇറാനെ ആക്രമിക്കണം, ആക്രമിച്ച് ഇറാന്റെ പ്രസിഡന്റിനെയൊക്കെ കൊലപ്പെടുത്തണം. അതിന് കഴിയാത്ത പക്ഷം വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെക്കുക എന്നത് മാത്രമായിരുന്നു ട്രംപിന് മുന്നിലുള്ള ഏക വഴി. അതുകൊണ്ട് മാത്രമാണ് വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചത്. ട്രംപിന്റെ ഭീഷണി അത് പഴയതുപോലെ അങ്ങ് ഫലിക്കുന്നില്ല. അത് മുഖവിലക്കെടുക്കാൻ ഇവിടെ ഇറാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല, അവിടുത്തെ സാധാരണക്കാർ തയ്യാറാകുന്നില്ല. നേരത്തെ അമേരിക്ക ഇറാനിലെ പവർ പ്ലാന്റുകൾ ആക്രമിച്ചു നശിപ്പിക്കും എന്ന ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ഈ പവർ പ്ലാന്റുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഇറാനിലെ പൗരന്മാരാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. അത്ര വലിയ ആത്മവിശ്വാസം, ധൈര്യം ഇറാനികൾക്കുണ്ട്. അതായത് അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല, ഒരുപക്ഷെ കുറച്ച് ആളുകളെ കൊല്ലാൻ കഴിഞ്ഞേക്കും, ഞങ്ങളുടെ രാജ്യം ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയില്ല എന്ന ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിന്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ, അവരുടെ ധൈര്യം കണ്ടപ്പോൾ ട്രംപിന് മുട്ടിടിച്ചു, വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചു. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇവിടെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്, ചർച്ച ഉടൻ തന്നെ നടക്കും, കരാറിൽ ഏർപ്പെടാൻ പോകുന്നു, കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നു എന്ന പച്ച നുണ ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാൻ ഇതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുകയാണ്. ഒരു ചർച്ചയും അമേരിക്കയുമായി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഒരു ചർച്ചയും നടക്കാനും പോകുന്നില്ല. ചർച്ച നടക്കണമെങ്കിൽ അമേരിക്ക ഹോർമൂസിൽ കൊണ്ടുവന്ന ഉപരോധം അവസാനിപ്പിക്കണം. ഈ ഉപരോധം ബോംബിടുന്നതിന് തുല്യമാണ്. ആ ഉപരോധം അവസാനിപ്പിച്ചാലേ ചർച്ച നടക്കൂ എന്ന് ഇവിടെ ഇറാനിലെ ഭരണകൂടം വളരെ കൃത്യമായി പറയുകയാണ്. മാത്രമല്ല, അമേരിക്ക ഉപരോധം തുടരുകയാണെങ്കിൽ തുടരട്ടെ, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയവുമല്ല എന്ന് ഇറാൻ ഇവിടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. 34ഓളം കപ്പലുകളാണ് അമേരിക്കൻ ഉപരോധത്തെ മറികടന്ന് ഇറാൻ നാവികസേനയുടെ അകമ്പടിയോടുകൂടി ഹോർമൂസ് കടന്നത്. അത്തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല, 2 കപ്പലുകൾക്കെതിരെ വെടിയുതിർത്ത് ഇറാൻ ആ കപ്പലുകൾ, ഇന്ത്യയിലേക്ക് വരുന്ന കപ്പൽ ഉൾപ്പെടെ പിടിച്ചെടുക്കാനുള്ള ധൈര്യവും കാണിച്ചു. അമേരിക്ക കൊണ്ടുവന്ന ഉപരോധം ഒന്നുമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. ഗതികെട്ട ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചിരിക്കുകയാണ്. അതായത് ഈ വരുന്ന ഞായറാഴ്ചക്കകം ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകും, കരാറിൽ ഒപ്പുവെക്കും. അത് ഒപ്പുവെക്കാത്ത പക്ഷം യുദ്ധം തുടരണം, യുദ്ധം തുടങ്ങണം, അത് ആരംഭിക്കണം, അതിന് നിങ്ങൾ സജ്ജരാകണം എന്നുള്ള ഒരു നിർദ്ദേശം ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ ഇറാന്റെ പ്രതികരണവും ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്കെതിരെ യുദ്ധം ആരംഭിച്ചാൽ തീർച്ചയായും ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ, അത് തന്നെയാണ് ഞങ്ങളുടെ ടാർഗറ്റ്, ഞങ്ങളുടെ ലക്ഷ്യം. ഗൾഫ് രാജ്യങ്ങളിലുള്ള നിങ്ങളുടെ ബേസുകൾ തന്നെയാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ വരുന്ന ഞായറാഴ്ചയാണ് ഇപ്പോൾ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചതനുസരിച്ച് യുദ്ധം തുടരാനുള്ള ഒരു അവസാന സമയം, അതിന്റെ സമയപരിധി വരുന്ന ഞായറാഴ്ചയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും നിങ്ങൾ യുദ്ധം തുടങ്ങൂ, ഞങ്ങളും തയ്യാറാണ്. അതല്ല, സമാധാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം ഉപരോധം അവസാനിപ്പിക്കൂ, അതിനുശേഷം നമുക്ക് സമാധാന ചർച്ചയിലേക്ക് കടക്കാം എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്.